നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നതിന്റെ ഉത്തരം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു കഴിഞ്ഞു. വയനാട്ടിൽ മറ്റാരുമല്ല, പ്രിയങ്ക തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിരുന്നു. MP ആയി റായ്ബറേലിയിൽ തുടരണോ വയനാട്ടിൽ തുടരണോ എന്ന വലിയ ധർമ്മസങ്കടത്തിലാണ് താനെന്നും ഏത് മണ്ഡലം ഒഴിഞ്ഞാലും ഒപ്പമുണ്ടാകും, തന്റെ ദൈവം വയനാട്ടിലെ ജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് വയനാട് വിട്ട് റായ്ബറേലിയിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. താൻ പോയാലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന മറ്റൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. എന്ത് തീരുമാനമെടുത്താലും വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് സന്തോഷം പകരുന്നതായിരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത്. അതിനർത്ഥം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് തന്നെയല്ലേ എന്നാണ് പലരും സംശയം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ചെയ്തത് ശരിയാണോ എന്ന് കൂടി ചിന്തിക്കണം. കാരണം വയനാട്ടിൽ നിന്ന് 2 തവണ വിജയിച്ചപ്പോഴും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്. അഭയം നൽകിയ വയനാടിനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്നുകൂടി രാഹുൽ ഗാന്ധി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയായ റായ്ബറേലിയിൽ രാഹുൽ തുടരുന്നത് നേട്ടമാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. പക്ഷേ സത്യം ഇതാണ്, റായ്ബറേലിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ BJP വിജയിക്കുമോ എന്ന പേടിയാണ് സത്യത്തിൽ ഈ തിരിച്ചുപോക്കിന് കാരണം. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ധാരാളം വൈകിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന തീരുമാനത്തിൽ എത്തിയത്. റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കും എന്ന കാര്യം നേരത്തെ തന്നെ തീരുമാനമായതാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അതുമാത്രമല്ല, തനിക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ നല്ലത് റായ്ബറേലിയാണെന്ന് അറിയാമായിരുന്നിട്ടും അത് പറയാതിരുന്നത് ശരിയാണോ? പറഞ്ഞു വന്നത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നതിനെ കുറിച്ചാണ്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുമെന്ന അഭിപ്രായം കോൺഗ്രസിന് ശക്തമായി ഉണ്ട്. രാഹുൽ ഗാന്ധിയോടൊപ്പം പലതവണ വയനാട്ടിൽ വന്നിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ പ്രിയങ്കയെ വയനാട്ടുകാർക്കെല്ലാം സുപരിചിതയുമാണ്. വയനാട്ടിൽ മത്സരിച്ചാൽ അവിടെ കോൺഗ്രസ് വിജയിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. രാഹുൽ ഗാന്ധി താൻ വയനാട് ഉപേക്ഷിക്കുകയാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പറച്ചിലിൽ നിന്ന് അത് വ്യക്തമാണ്. ലോക്സഭയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വമ്പൻ മാർജിനിൽ 2ാം തവണയും വിജയിച്ച ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത്. LDFന്റെ ആനി രാജയെയാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിയേണ്ട സ്ഥിതി രാഹുലിന് വരുന്നത്. സോണിയാഗാന്ധിയാണ് നേരത്തെ റായ്ബറേലിയെ പ്രതിനിധീകരിച്ചിരുന്നത്. ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം എന്ന നിലയിൽ റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തണമെന്നാണ് റിപ്പോർട്ടുകൾ.